ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖായിരിക്കുന്നു. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിൽ ആർട്ട് തന്നെയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന അത്രയും സിമ്പിളായിട്ടൊരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ടൊന്നിങ്ങനെ റെഡ് കളർ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഇനാമൽ പെയിൻ്റ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിന് പകരം ആക്രിലിക് പെയിൻറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്തിട്ടൊന്ന് ഫുള്ളായിട്ടൊന്ന് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ബോട്ടിലൊക്കെ ഇപ്പോൾ പെയിൻ്റൊക്കെ ചെയ്ത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് എഗ്ഷെൽസ് ആണ്. അപ്പോൾ എഗ്ഷെൽസ് നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ മിക്സിയിൽ ഇടണമെന്നൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ക്രഷ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു വെയിറ്റ് ഉള്ള എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ കുത്തിയിട്ടൊന്ന് അങ്ങനെ പൊടിച്ചെടുത്താലും മതി. പിന്നെ ഞാൻ ഇവിടെ കുറച്ച് ഫെവിക്കോൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു ബോട്ടിലിൻ്റെ താഴെ ഭാഗത്ത് ഇങ്ങനെ കുറച്ച് ഭാഗമായിട്ടൊന്ന് ഇങ്ങനെ ഒരു ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ എക്സലിൻ്റെ പൗഡർ ഉണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഫുള്ളായിട്ട് ഇങ്ങനെ ആ ഒരു ഭാഗത്തൊക്കെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിനു ശേഷം നമ്മൾ ആ ഒരു എക്സലിൻ്റെ പൗഡർ ഇങ്ങനെ ഇളകി പോകാതിരിക്കാനായിട്ട് നമ്മൾ കുറച്ചിങ്ങനെ ഫെവിക്കോളും വെള്ളവും കൂടെ ഒന്നിങ്ങനെ 2:1 റേഷ്യോയിലൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ ആ ഒരു എക്സലിൻ്റെ മേലെ ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ ഈ എക്സലിൻ്റെ പൗഡർ ഇങ്ങനെ ഒരിക്കലും ഇളകി പോകുന്നില്ല. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറേ കഴിയുമ്പം അത് ഇങ്ങനെ കൊഴിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് കുറച്ച് തിക്കായിട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫെവിക്കോൾ അപ്ലൈ ചെയ്ത സമയത്ത് ഒരു കോട്ടും കൂടെ എക്സലിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ തന്നെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ടൊന്ന് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്താൽ മതി. പക്ഷേ ഞാനിവിടെ ഒരു തിന്നായിട്ടുള്ളൊരു ലെയറായിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ബോട്ടിലിപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇതിൽ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ വൈറ്റ് കളർ ആക്രിലിക് പെയിൻ്റ് ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ബോട്ടിലേക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ബോട്ടിൽ ക്രിസ്മസിൻ്റെ ആ സമയത്ത് ചെയ്തിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്കത് അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയില്ല. ഒരുപാട് ഇങ്ങനെ ഇഷ്യൂസൊക്കെ കാരണം അതെനിക്ക് എൻ്റെ വീഡിയോസൊന്നും എനിക്ക് പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ കുറേ ക്രിസ്മസ് ക്രാഫ്റ്റ് ചെയ്തതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ തന്നെയാണ് ജസ്റ്റ് ഇങ്ങനെ ഇന്ന് കാണിക്കുന്നത് കേട്ടോ. കാരണം ഞാൻ കുറേ ദിവസമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെ ഒരു സിമ്പിളായിട്ടൊരു ചെറിയൊരു വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യുകയാണെന്ന്. അപ്പോൾ എന്നിട്ട് ഞാൻ നെക്സ്റ്റ് ഡേ മുതൽ മാക്സിമം ഞാനൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കാം കേട്ടോ. ഒരുപാട് പേര് ഇങ്ങനെ കമ്മ്യൂണിറ്റി ടാബിലും അതുപോലെ ഇൻസ്റ്റഗ്രാമിലൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട് എന്താ വീഡിയോസ് അപ്ലോഡ് ചെയ്യാത്ത, ന്യൂ ഇയർ ക്രാഫ്റ്റൊക്കെ ഇടാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു സിമ്പിളായിട്ടൊരു ബോട്ടിലായിട്ട് ഇടുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ മാക്സിമം ഒന്ന് ബാക്കി വീഡിയോസൊക്കെ ഇടാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ബോട്ടിലിപ്പോൾ നമുക്ക് ന്യൂ ഇയർ സ്പെഷ്യലായിട്ടും ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ന്യൂ ഇയർ ക്രിസ്മസ് ഒക്കെ ഒരു ഏകദേശം ഒരേ ഒരു തീമൊക്കെ തന്നെയാണല്ലോ. ആ ഒരു മഞ്ഞ് വീഴുന്ന ആ ഒരു ടൈമും പിന്നെ ആ ഒരു ഇതൊക്കെയാണ്. അപ്പം നമ്മൾ അതുപോലെ തന്നെ ഇത് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാനിതിൽ കുഞ്ഞ് സ്നോ ഫ്ലേക്സും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സിമ്പിളായിട്ട് വരച്ചു കൊടുത്തു. പിന്നെ അതിന് ചുറ്റും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഡോട്ട് ഇട്ട് കൊടുത്തു. അപ്പം നിങ്ങൾക്ക് അതിന് പകരം ഈ ഹാപ്പി ന്യൂ ഇയർ, ഈ ഒരു സ്നോ ഫ്ലേക്സ് ഒക്കെ കുഴപ്പമില്ല കേട്ടോ. ഒരു ന്യൂ ഇയർ തീമിലായിട്ടുള്ള ബോട്ടിലായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിൻ്റെ മേലെ നമ്മളിങ്ങനെ ഹാപ്പി ന്യൂ ഇയർ എന്നുള്ള ഒരു ജസ്റ്റ് ഒരു ക്യാപ്ഷനൊക്കെ വരച്ചു കൊടുത്താൽ കറക്റ്റ് നല്ലൊരു ഭംഗിയായിട്ടുള്ള ഒരു ബോട്ടിൽ തന്നെ കിട്ടും. അപ്പം നമ്മൾ ആ ഒരു ബോട്ടിലേക്ക് ആ ഒരു മഞ്ഞിൻ്റെ ആ ഒരു ഫീലിംഗ് വരാനാണ് നമ്മൾ എക്സലിൻ്റെ പൗഡറൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മേലെ നമുക്ക് ആ ഒരു ക്യാപ്ഷൻസൊക്കെ വേണമെങ്കിൽ എഴുതി കൊടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇതിന് എന്ത് ഡെക്കറേഷൻസ് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ കയ്യിൽ ഇതുപോലെ സാറ്റിൻ്റെ റിബൺ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ബോ പോലെ ഇങ്ങനെ കെട്ടിക്കൊടുക്കാം. അപ്പോൾ അല്ലാതെ ഇങ്ങനെ എന്തെങ്കിലും ഒരു ക്രിസ്മസ് തീമായിട്ടും പിന്നെ അതുപോലെ ന്യൂ ഇയർ തീമായിട്ടുള്ള ഒരു ഹാങ്ങിങ്സ് ഒക്കെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പക്ഷേ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ അതുപോലെ നമുക്ക് ഗ്ലിറ്റർ ഷീറ്റിലൊക്കെ നമുക്ക് കുഞ്ഞു ബോയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുത്താലും നല്ല ഭംഗിയുണ്ടാവും. ഇത്രയേ ഉള്ളൂ. നമ്മളെ ബോട്ടിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കുഞ്ഞു ബോട്ടിലായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ആ ഒരു ക്രിസ്മസ് ആ ഒരു ന്യൂ ഇയർ തീമായിട്ടും ഇനിയിപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു എക്സലിൻ്റെ ആ ഒരു പൗഡർ വെച്ചിട്ടുള്ള ഒരു ബോട്ടിലായിട്ടൊക്കെ നമുക്കിത് എടുക്കാം. കുഞ്ഞു കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന അത്രയും സിമ്പിളായിട്ടൊരു ബോട്ടിലാണ്. അപ്പോൾ നിങ്ങൾക്കിത് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ കുറച്ച് ടെസ്റ്റിമോണിയൽസ് കൂടെ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ പിക്ക് അയച്ചു തന്നിട്ടുള്ളത് സിത്തു ആണ്. അപ്പം നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വളരെ സിമ്പിളായിട്ടൊരു ബോട്ടിലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നത്. അടുത്തതായിട്ട് ഫിദ അയച്ചു തന്നിട്ടുള്ളത് നമ്മൾ പിസ്തയുടെ ഷെല്ല് വെച്ചിട്ട് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടൊരു ബോട്ടിലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു വാൾ ഡെക്കർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഷെരീഫ് അയച്ചു തന്നിട്ടുള്ള ഒരു വാൾ ഡെക്കറാണ്. നമ്മൾ കാർഡ്ബോർഡ് മാത്രം വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വാൾ ഡെക്കറാണ്. നല്ല റെസ്പോൺസ് കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു വാൾ ഡെക്കർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കാലിഗ്രാഫി ഒക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്.
അടുത്തതായിട്ട് 6th പഠിക്കുന്ന ഇടുക്കിയിലുള്ള ആയിഷത്ത് സെൽവാന അയച്ചു തന്നതാണ്. നമ്മൾ പിസ്തയുടെ ഷെല്ല് വെച്ചിട്ടൊരു സ്ട്രോബെറി തീമിലൊരു ബോട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പഴയ പെയിൻറ്റിൻ്റെ ഒരു ബോട്ടിൽ വെച്ചിട്ട് വാട്സപ്പ് തീമിലൊരു ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അടക്കയുടെ ഒരു ക്യാപ്പൊക്കെ വെച്ചിട്ടൊരു വാൾ ഡെക്കർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടക്കയുടെ ക്യാപ്പ് കിട്ടാത്തതുകൊണ്ട് എഗ്ഗിൻ്റെ ഒരു കാർട്ടനൊക്കെ വെച്ചിട്ട് തന്നെ ട്രൈ ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അല്ലേ. അടുത്തതായിട്ട് രാജേശ്വരി നത്തേശൻ അയച്ചു തന്നിട്ടുള്ളത് നമ്മൾ 1 സ്ട്രോക്ക് പെയിൻറ്റിങ്ങിൻ്റെ ഒരു ബോട്ടിലാട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണ് ട്രൈ ചെയ്തത്. അപ്പോൾ അതുപോലെ തന്നെ 2-3 ബോട്ടിൽസ് ചെയ്തിട്ടുണ്ട്, പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് എറണാകുളത്തുള്ള 11 വയസ്സുള്ള യതിൻ കൃഷ്ണ ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ വാട്സപ്പ് തീമിലൊരു ബോട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണ് ട്രൈ ചെയ്തത്. അതുപോലെ തന്നെ യതിൻ കൃഷ്ണക്ക് ഒരു ബിഗ് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹായ് യതിൻ. അടുത്തതായിട്ട് നെഷ്വ ഫൈസൽ അയച്ചു തന്നത് നമ്മൾ പല കളറൊക്കെ വെച്ചിട്ടൊരു പാറ്റേൺ ബോട്ടിലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അടുത്ത പിക്ക് അയച്ചു തന്നത് ഫാത്തിമ റിൻസയാണ്. നമ്മൾ പംകിൻ്റെ സീഡും പിന്നെ അതുപോലെ വൂളൻ ത്രെഡൊക്കെ വെച്ചിട്ടൊരു ബോട്ടിലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ബഡ്സൊക്കെ വെച്ചിട്ടൊരു സിമ്പിളായിട്ടൊരു പെയിൻറ്റിങ്ങിൻ്റെ ഒരു ബോട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അതും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. എല്ലാവരും നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കില്ല പിക്ചേഴ്സൊക്കെ അയച്ചു തന്നത് ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കുമാണ്. അപ്പോൾ പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ വളരെ സിമ്പിളായിട്ടൊരു ബോട്ടിലായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അതുപോലെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും എല്ലാവരും ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുവരെ ഡെയിലി വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നു, അപ്പോൾ എനിക്ക് അങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ഓൾട്ടർനേറ്റ് ആയിട്ട് വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ അത് റെഡി ആവുകയാണെങ്കിൽ ഞാൻ പിന്നീട് ഡെയിലി വീഡിയോ ഇട്ടാം. അപ്പോൾ നമ്മളുടെ വീഡിയോസൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക.